മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള അമ്മിക്കുർ ഓണക്കോടി പദ്ധതിയുടെ ഭാഗമായി പൂതപ്പാറ സ്വാന്തന വയോജന സദനത്തിൽ ഓണക്കോടികൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് കരീം ചലേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് ഇതിന്റെ സാരഥികളോട് ഞാൻ ആദ്യമായി നന്ദി പറയാം. കാരണം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരുപോലെ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സംഘങ്ങളിൽ ഒരേ ലക്ഷ്യവും ഒരേ ആശയവും ഒരേ മനസ്സുമായിട്ടാണ് നമ്മളെല്ലാം പ്രവർത്തിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10-17 വർഷമായി കണ്ണൂരിലെ പൊതുരംഗത്ത് വളരെ സജീവ സാന്നിധ്യമായിട്ട് മാധവറാവു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ, അശ്രദ്ധരെ സഹായിക്കാൻ, നിരാലംബരെ ചേർത്ത് പിടിക്കാൻ വർഷങ്ങളായി വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെയാണ് മാധവറാവു ചാരിറ്റബിൾ ട്രസ്റ്റ് കെ പ്രമോദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സാന്ത്വനം. വയോജനങ്ങളെ, പ്രായമുള്ള ആളുകളെ മറ്റുള്ള ആളുകളിൽ നിന്ന് വിഭിന്നമായി അവരെ ചേർത്ത് പിടിക്കേണ്ട അനിവാര്യമായിട്ടൊരു ഘട്ടത്തിൽ നമ്മൾ എല്ലാം ഒരേ മനസ്സോടുകൂടി ചിന്തിക്കുകയും ഒറ്റപ്പെട്ടു പോകുന്ന അത്തരം ആളുകളെ ചേർത്ത് പിടിക്കാൻ വലിയ സൗമനസ്യം കാണിക്കുകയും ചെയ്ത ഒരു മഹാപ്രസ്ഥാനാണ് സാന്ത്വനം. ഇവിടെയും മാധവറാവു ചാരിറ്റബിൾ ട്രസ്റ്റും CH സെന്ററും ഒക്കെ വ്യത്യസ്ത രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും നമ്മുടെ എല്ലാം ലക്ഷ്യം, നമ്മുടെ എല്ലാം മാർഗം, നമ്മുടെ എല്ലാം ആശയം ഒന്നാണ്. അപ്പൊ അത്തരമൊരു പ്രസ്ഥാനത്തിന്റെ ഒരു സാരഥി എന്നുള്ള നിലയിൽ കൂടി ഇത്തരമൊരു പരിപാടിയിൽ സംവദിക്കാൻ സാധിച്ചതിലുള്ള അനർപ്പമായിട്ടുള്ള സന്തോഷമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പിന്നെ ഇത് രണ്ട് മഹാവ്യക്തിത്വങ്ങൾ അനുസ്മരിക്കുന്ന ചടങ്ങ് കൂടിയാണ്. ഇവിടെ പറഞ്ഞു മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് പൊതുസമൂഹത്തിനിടയിൽ വലിയ ശ്രദ്ധ നേടിയെടുത്തിട്ടുള്ള ഇന്ത്യയിലെ മികച്ച ഭരണാധികാരികളിൽ ഒരാളായ നമുക്കൊക്കെ ബഹുമാന്യനായിരുന്ന മാധവറാവു സിന്ധ്യ എന്ന മഹാരാജ കുടുംബത്തിലെ ഒരു മഹാമനുഷ്യനെ വർഷങ്ങളായിട്ട് അനുസ്മരിക്കുന്ന ഒരു പ്രസ്ഥാനം. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണിച്ചു കൊടുത്തിട്ടുള്ള സഹാനുഭൂതിയുടെ എല്ലാ നന്മകളും പൊതുസമൂഹത്തിൽ പ്രസരിപ്പിക്കുകയാണ് ഈ അനശ്വരമായിട്ടുള്ള സ്മരണയിലൂടെ ഈ ട്രസ്റ്റ് നടത്തുന്നത്. ഒരു വിമാനാപകടത്തിൽ അകാലത്തിലാണ് മാധവറാവു സിന്ധ്യ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ രാജ്യത്തുടനീളം ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇതുപോലെ വളർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് കണ്ണൂരിൽ ശ്രീ പ്രമോദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം ഈ 17 വർഷം ഈ ഓണക്കോടി വിതരണമൊക്കെ നടത്തുന്നത് മേഴ്സി രവിയുടെ സ്മരണയെ മുൻനിർത്തിയാണ്. മേഴ്സി എന്ന ഇംഗ്ലീഷ് പദത്തിന് അർത്ഥം തന്നെ കാരുണ്യം എന്നുള്ളതാണ്, കരുണയുള്ളവരെന്നാണ്. ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിയുടെ, ഒരു മഹതിയുടെ നാമധേയത്തിൽ അവരെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. തീർച്ചയായും ഈ ഒരു ചടങ്ങ് ഭാവിയിൽ നമുക്ക് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വയോജനത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും അഡ്വക്കേറ്റ് കരീം ചലേരി പുതുവസ്ത്രം നൽകി. ഓണസദ്യയുമുണ്ടായിരുന്നു. ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു. 17 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന മേഴ്സി രവിയുടെ ഓർമ്മയ്ക്കായി ആരംഭിച്ച ഓണക്കോടി വിതരണത്തിന്റെ സമാപനമാണ് ഈ തിരുവോണ നാളിൽ
സ്വാതന്ത്ര്യം സ്നേഹവേദിയിൽ നടക്കുന്നത്. ഈ ഡേറ്റ് വെക്കുമ്പോൾ തന്നെ മാഷ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ അത് കുഴപ്പമില്ല, സദ്യ ഉദ്ദേശിച്ച രീതിയിലാവില്ല, ആള് കുറവായിരിക്കും. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, നമ്മൾ ഇപ്രാവശ്യം തിരുവോണത്തിന് ഒരു സ്ഥലത്ത് പരിപാടി സംഘടിപ്പിക്കണമെന്നുണ്ട്. അത് സ്വാതന്ത്ര്യത്തിലായിക്കോട്ടെ, ഉത്രാടം വിട്ട് തിരുവോണത്തിലേക്ക് നടത്താമെന്ന് പറഞ്ഞതാണ്. അന്ന് തന്നെ ബഹുമാനായ കരീം ചേലേരിയുമായി ബന്ധപ്പെട്ടു. പൊതുവെ നമ്മളെ ആളുകൾക്കെല്ലാം ഓണത്തിന് ആരും വരില്ല. എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ അനുയോജ്യനായ ഒരു വ്യക്തിത്വം അബ്ദുൽ കരീം ചേലേരി. എന്തെന്നാൽ ഇതേപോലുള്ള ദിവസം 54 പേർക്ക് സ്വാതന്ത്ര്യമേകുന്ന ഡയാലിസിസ് സെന്റർ വർഷങ്ങളായി പരിയാരത്ത് മുൻ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ആയ CH മുഹമ്മദ് കോയ അവരുടെ നാമധേയത്തിലുള്ള ഒരു ഡയാലിസിസ് സെന്റർ വളരെ നല്ല രീതിയിൽ അതിനോട് അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. 54 പേർക്കാണ് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നത്. ഇത്രയും വലിയ സ്ഥാപനം, ഇത്രയും ആളുകൾക്ക് സ്വാതന്ത്ര്യമേകുന്ന ഒരാൾ തന്നെ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് ഈ പരിപാടി ഇന്ന് ഇദ്ദേഹത്തെ തന്നെ ഇവിടെ ക്ഷണിച്ചത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ കുഞ്ഞുനാളിൽ ഒരു ഓണ കോടി കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് 4 എണ്ണം കിട്ടി എന്നാണ് മാഷുടെ സുഖം. ഇത് 5ാമത്. അന്നേരം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും നിരവധി ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈ 4 ഓണക്കോടിയും 5 ഓണക്കോടിയും 5 സദ്യയും ഒക്കെ ഈ സ്നേഹ വീടുകളിൽ നടക്കുന്നത്. ജിനു ജോൺ, രാജേഷ്, രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. എത്തണമെങ്കിൽ മാറി നിൽക്കുന്നവരും ഒറ്റപ്പെട്ട് നിൽക്കുന്നവരും അതോടൊപ്പം തന്നെ ആരും ഇല്ലാത്തവരും കൂടി ഓണം ആഘോഷിക്കുമ്പോൾ മാത്രമേ അതൊരു പൂർണ്ണമായ ഒരു തരത്തിൽ എത്തുകയുള്ളൂ. കണ്ണൂർ 1 കണ്ണൂർ. ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ. അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, സ്പോർട്സ് മെഡിസിൻ, പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും. പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ, സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം. ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.